ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഷോപ്പിൽ പോയിട്ട് ഞാൻ ഒരു 9 മണിക്ക് ശേഷം തയ്ക്കാനിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഷേപ്പാക്കാനുള്ള ടോപ്പൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ കയ്യൊക്കെ അഴിച്ച് വെട്ടി ചെറുതാക്കുകയാണ്. വെട്ടി ചെറുതാക്കി മേടിക്കുമ്പോൾ ചിലർ 80 രൂപ തരും. കഴുത്തൊക്കെ വെട്ടി അടിക്കുകയാണെങ്കിൽ ചിലർ 50 രൂപയൊക്കെ തരും. അപ്പോൾ ഓരോരുത്തരും ഓരോ ടൈപ്പാണ് തരിക. ചിലർ 30 രൂപ വെച്ചിട്ട് തരും. അപ്പോൾ നമുക്ക് വാടകയും അല്ല കറണ്ട് ബില്ലൊക്കെ ആകുമ്പോൾ നഷ്ടം വരാറുണ്ട്. അപ്പോൾ ശരിക്കൊരു നൈറ്റി തയ്ച്ച് കഴിഞ്ഞാൽ 50 രൂപ, ടോപ്പ് ഷേപ്പാക്കിയ 50 രൂപ. വെട്ടി ചെറുതാക്കുമ്പോഴാണ് പൈസ നമ്മൾ കൂടുതൽ വാങ്ങുന്നത്. അപ്പോൾ ഞങ്ങളുടെ കടയിലേക്ക് വരുന്ന സുന്ദരേട്ടൻ ഉണ്ട്. ആ സുന്ദരേട്ടൻ ഞാൻ കാണിച്ചിട്ടുണ്ട് മുന്നേ ഷോപ്പിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ അവർ കുറച്ച് ഇരുമ്പാമ്പുളി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ എടുത്ത് വെച്ച് പോകുമ്പോൾ ബാഗിലാക്കി വെച്ചിട്ടുണ്ട്, പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇനി ഒരു ബ്ലൗസ് തയ്ക്കാണ്ട്, ഇനി അതും കൂടി തയ്ക്കണം, എന്നാലാണ് മുതലാവുള്ളൂ. പിന്നെ ഷേപ്പാക്കണ്ട് വേറെ, അതൊക്കെ അതിനിടയിൽ ചെയ്യണം. അങ്ങനെ ഉച്ച ആവാറാകുമ്പോഴേക്കും ബ്ലൗസൊക്കെ തയ്ക്കൽ കഴിഞ്ഞു കേട്ടോ. ഇനി കുറച്ച് തുണികളൊക്കെ ഒതുക്കാണ്ട്. അപ്പോൾ ഞാൻ അവിടെ കടയിൽ നിലത്തിരുന്നിട്ടാണ് ഒക്കെ ചെയ്യണത്. അപ്പോൾ അവിടെ തൊട്ടടുത്ത് ആരുമില്ല, ഷോപ്പിൻ്റെ അടുത്ത് തന്നെ. അപ്പോൾ അവിടെ താഴത്തിരുന്നിട്ടാണ് ഒക്കെ ചെയ്യണത്. കാരണം ചൂടാണ്, അതുകൊണ്ട് പിന്നെ നിലത്തൊക്കെ ഇരുന്നിട്ട് തുണികളൊക്കെ അവിടെ ഒതുക്കുകയാണ് ഞാൻ. അപ്പോൾ ചെറിയൊരു ജലദോഷം കാരണം കേട്ടോ സൗണ്ടൊക്കെ കുറച്ച് പോയിട്ടുണ്ട്, എല്ലാവരും ക്ഷമിക്കണം. അതേപോലെ യൂട്യൂബ് ചാനൽ കമൻറ്റ് ചെയ്ത കുറേ പേരുണ്ട്. ഇപ്പോഴത്തേലൊരു കുറച്ച് പേര് 5-6 പേരിനേ ഉള്ളൂ. എന്നാലും പേര് പെട്ടെന്ന് എല്ലാവരുടെയും പേര് ഓർമ്മ കിട്ടില്ല. സുജിത, സിദ്ധാർത്ഥ്, അതേപോലെ ഉഷ, ഇങ്ങനെ കാണാപ്പാടായിട്ടുണ്ട് കേട്ടോ. പിന്നെ ബിന്ദു, പിന്നെ കുറുപ്പ്, വിപിന്, പിന്നെ ഇപ്പോൾ കുറേ ആൾക്കാരുണ്ട്, പേരൊക്കെ മറന്നു. ഫാസിൽ, റഹ്മാൻ, പിന്നെ ഇന്നും കമൻറ്റ് ചെയ്യാറുള്ള കുറേ പേരുണ്ട്. ഇതൊക്കെ മറക്കുകയാണ് പെട്ടെന്ന് കേട്ടോ. മറ്റേ ഞാൻ പേപ്പറിൽ എഴുതി വയ്ക്കുന്നിട്ടാ വായിക്കാറ്. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ സൗണ്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ആരുടെയും ഓർമ്മ വരില്ല. പിന്നെ രതി ഉണ്ട്, മാന്നനൂരത്തെ രതി. അവൾ പിന്നെ എല്ലാറ്റിലും മെസ്സേജ് അയക്കും യൂട്യൂബിൽ. കാരണം അവളുടെ നാട്ടുകാരിയാവുകൊണ്ട് എന്തായാലും അവൾക്ക് അറിയാലോ, എന്നെ എൻ്റെ വീട്ടുകാരൊക്കെ അറിയാവുന്നതുകൊണ്ട് അവൾ എല്ലാ വീഡിയോയിലും കമൻറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ചായ എത്തിയിട്ടോ. മണിയേട്ടൻ പറഞ്ഞ ആൾ ചായയൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചായ കുടിക്കുകയാണ്. പിന്നെ മുഹമ്മദ് ഉണ്ട്. പിന്നെ ഞാൻ മുന്നേ തുണിക്കടയിൽ നിന്നിടുന്ന രാഗം, അവിടുത്തെ മുതലാളിയുണ്ട്. ഞങ്ങൾ അബ്രഹാം എന്നാണ്, തമ്പേട്ടൻ എന്നാണ് ഞങ്ങൾ വിളിക്കുക. തമ്പേട്ടനും ഇതിൽ യൂട്യൂബ് ചാനലിൽ കമൻറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ തയ്ക്കലൊക്കെ കഴിയാറായി കേട്ടോ. സമയം 5:30 ആവാറായിട്ടുണ്ട്. ഇനി എന്തായാലും വീട്ടിലേക്ക് പോകാറായി. ഇനി അവിടുത്തെ യുദ്ധം കുറച്ച് ചെയ്യണം. ഇവിടുത്തെ യുദ്ധമൊക്കെ കഴിയാറായിട്ടുണ്ട്. ഇനി അവിടെ ചെന്ന് കഴിഞ്ഞാൽ അച്ഛൻ ആദ്യം മരുന്ന് കൊടുക്കും, ചായ വയ്ക്കുക, ചായ കൊടുക്കുക, പിന്നെ ചോറും കൂട്ടാനൊക്കെ ഇല്ലെങ്കിൽ അത് വയ്ക്കുക, പിന്നെ അത് അച്ഛന് മരുന്ന് കൊടുക്കുക. അത്രയ്ക്ക് തന്നെ ഉള്ളൂ. അങ്ങനെ മീനൊക്കെ വാങ്ങിക്കൊണ്ടുപോയി. 140 രൂപയാണ് മീനിന്, നത്തൾ. അപ്പോൾ 1/2 കിലോനെ വാങ്ങിയുള്ളൂ കേട്ടോ. വൈകുന്നേരത്തേക്കുള്ളതാണ് വാങ്ങിയത്. വൈകുന്നേരത്തേക്കുള്ള ബാക്കി ഉണ്ടെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് എടുക്കാൻ വിചാരിച്ചു. അങ്ങനെ മീനൊക്കെ നന്നാക്കാൻ തുടങ്ങി. മേല് കഴുകലൊക്കെ കഴിഞ്ഞിട്ടാണ് മീൻ നന്നാക്കാതിരിക്കുന്നത്. വന്ന വഴിന് മേലൊക്കെ കഴുകി. ഇനി അത് കുറച്ചെടുത്തിട്ട് വറുക്കണം. പിന്നെ കറി വെക്കണം. രാവിലേക്ക് കറി വയ്ക്കുള്ളൂ. ഇപ്പോൾ രാവിലത്തെ കറി ഇരിക്കുന്നുണ്ട് കുറച്ച്, അപ്പോൾ അതുകൊണ്ട് കറിയൊന്നും വെക്കണില്ല. എന്തായാലും എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം. പിന്നെ എപ്പോഴും പറയണ പോലെ ഇഷ്ടമായെങ്കിൽ മാത്രം
ലൈക്ക് ചെയ്യുക. കാരണം എനിക്ക് ഇങ്ങനത്തെ ഉള്ള വീഡിയോ തന്നെ ഇടാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് അങ്ങനെ ഇടാനൊന്നും കഴിയില്ല എന്നല്ല, സമയത്തിൻ്റെ കുറവും എനിക്ക്. അയ്യോ, ഞാൻ പെട്ടെന്ന് വീഴാൻ പോയതാട്ടോ, അതാണ് ഇപ്പോൾ കാണിച്ചത്. അങ്ങനെ ബിജുവേട്ടനൊക്കെ അവിടെ റൂമിൽ ഫോണിൽ നോക്കിയിരിക്കുന്നുണ്ട്. അച്ഛ റേഡിയോയിൽ പാട്ടൊക്കെ കേട്ട് കിടക്കുന്നുണ്ട്. മോനതാ പുറത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോഴേക്കും അവർക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ നത്തൽ വറുത്തു ഞാൻ. അപ്പോൾ രാവിലെ മാമൻ തന്ന ഇരുമ്പാമ്പുളി ഉണ്ടായിരുന്നു കുറച്ച്. അപ്പോൾ അത് കാലത്തേക്ക് കുറച്ച് നന്നാക്കി വയ്ക്കുക വിചാരിച്ചൊന്ന് കൂട്ടാൻ വയ്ക്കാമല്ലോ വെച്ചിട്ട്. അപ്പോൾ അതിലത്തെ ഒരു വലിയൊരു ഇരുമ്പാമ്പുളി ഉണ്ടായിരുന്നു. അത് ഞാൻ കടിച്ച് തിന്നാട്ടോ. കുറച്ച് ഉപ്പൊക്കെ ഇട്ടുണ്ട്. അങ്ങനെ ഇരുമ്പാമ്പുളി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളും, ഇരുമ്പാമ്പുളി കൊണ്ടുവന്ന് തരാം കേട്ടോ. ഇരുമ്പാമ്പുളി എനിക്ക് സുന്ദരേട്ടൻ കൊണ്ടുവന്നതാണ്. ഇനിയിപ്പോൾ അവരോട് ഞാൻ പറഞ്ഞിട്ട്, ദൂരമുള്ളവർക്കല്ല കേട്ടോ, ഇനി അടുത്ത ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് പറഞ്ഞിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെ തന്നെയാണ് കാണിക്കാനുള്ളത്. പ്രത്യേകിച്ചൊന്നുമില്ല. ഓരോ ദിവസത്തെ ഒരു 5-8 മിനിറ്റുള്ള സമയം നോക്കിയിട്ട് കാണിക്കുകയാണ്. അങ്ങനെ ഇരുമ്പാമ്പുളി തീറ്റൊക്കെ കഴിഞ്ഞു. ഇനി വേഗം ചോറ് തിളപ്പിച്ചൂറ്റണം, കൂട്ടാൻ ചൂടാക്കണം. അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവർക്കും ചോറ് കൊടുക്കുക. അങ്ങനെ ഇന്നത്തെ ദിവസവും കഴിഞ്ഞു. സൗണ്ട് കേൾക്കണ്ടോയെന്ന് എനിക്കറിയില്ല, അധികം ഞാൻ മെല്ലെ പറയുന്നുള്ളൂ. അകത്ത് ആൾക്കാരുണ്ട് കേട്ടോ ഗേയ്സ്, അതുകൊണ്ടാണ് മെല്ലെ പറയണത്. അങ്ങനെ രാവിലെ ഇരുമ്പാമ്പുളി കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ നന്നാക്കി വെക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ. നാളത്തെ ഒരു വീഡിയോ ആയിട്ട്, ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. നിങ്ങളെല്ലാവരും കാണുക. ഓക്കെ, ബായ്.